ഇന്നത്തെ നറുക്കെടുപ്പ് പരിശോധനാ സമിതിയിലേക്ക് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചിട്ടുള്ള ജഡ്ജിംഗ് പാനൽ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട പാറശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മഞ്ജു സ്മിത, സമിതിയിലെ മറ്റംഗങ്ങളായ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ശ്രീമതി ബിന്ദു മേനൻ LR, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ശ്രീ നിസാമുദ്ദീൻ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രൂപ AP, ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ ടൗൺ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ബോർഡ് മെമ്പർ ശ്രീമതി പ്രിയ സാബു എന്നിവരെ നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാഗ്യക്കുറി വകുപ്പ് നിയോഗിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർ ശ്രീ രാജ് കപൂറിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുക്കുന്നത്. കൂടാതെ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരെ നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നോടിയായി 2 തവണ ട്രയൽ റൺ നടത്തുന്നു. വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളം കാത്തിരിക്കുന്ന വിഷു ബമ്പർ ഭാഗ്യശാലി ആര് എന്ന് ഉടൻ അറിയാം. നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ആര് കൊണ്ടുപോകും എന്നാണ് കേരള ജനത ഉറ്റുനോക്കുന്നത്. ഇത്തവണയും 45 ലക്ഷം ടിക്കറ്റുകൾ ആണ് അച്ചടിച്ചിരുന്നത്. അതിൽ ഏതാണ്ട് 43 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ഭാഗ്യക്കുറി വകുപ്പിന്റെ കണക്കുകൾ. എന്നാൽ മഴ അവസാന മണിക്കൂറുകളിൽ വിൽപ്പനയെ ബാധിച്ചു എന്ന് വ്യാപാരികളും പറയുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വിശ്വസനീയമായ ലോട്ടറി എന്ന് ഇതിനോടകം തന്നെ കേരള ലോട്ടറികൾ അത്രമേൽ സ്ഥിരത പുലർത്തുന്ന വിശ്വാസയോഗ്യമായ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇതാ VV അരുണാണ് ചേരുന്നത്. അരുൺ, ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആരാണ് ഭാഗ്യശാലി എന്നറിയാൻ. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 43 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ലോട്ടറി നറുക്കെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ഗോർക്കി ഭവനിൽ, തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിലാണ് പതിവ് പോലെ ഇത്തവണയും ലോട്ടറി നറുക്കെടുപ്പ്, വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നു. ലോട്ടറി നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. അല്പസമയത്തിനകം ആരാണ് ഭാഗ്യവാൻ, 12 കോടിയുടെ ഭാഗ്യം ആർക്കാണ്, 6 കോടി വീതമുള്ള 6 സമ്മാനങ്ങൾ ആർക്കാണെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. നമുക്കറിയാം, ഏറ്റവും അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ലോട്ടറിയാണ് കേരളത്തിന്റേത്. കേരള സർക്കാർ ലോട്ടറി ഇപ്പോൾ ഒരുപക്ഷെ സംസ്ഥാനവും കടന്ന് പല മറ്റ് സംസ്ഥാനങ്ങൾ, ഇതര സംസ്ഥാനക്കാർക്കും ഒക്കെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. ഇവിടേക്ക് ലോട്ടറി എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നിറങ്ങി തകരപ്പറമ്പിലും പഴവങ്ങാടിയിലുമൊക്കെ ലോട്ടറി കടകളിലെത്തി ലോട്ടറി എടുത്ത് അടുത്ത ട്രെയിനിൽ തിരിച്ചു പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മളത് സംസ്ഥാനക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അത് തമിഴ്നാട്ടുകാരും മാത്രമൊന്നുമല്ല, വടക്കേ ഇന്ത്യയിൽ നിന്ന് പോലും നിരവധി ആളുകൾ അതിനുവേണ്ടി വരുന്നവരെ ഇവിടെ വ്യാപാരികൾ, സ്ഥിരമായി അത്തരം ആളുകൾ ഉണ്ടെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. അതുപോലെ വിനോദസഞ്ചാരത്തിന് വരുന്നവരെല്ലാം ലോട്ടറി എടുത്തേ മടങ്ങാറുള്ളൂ തിരുവനന്തപുരത്ത് വന്നാൽ, അല്ലെങ്കിൽ കേരളത്തിൽ വന്നാൽ. ഇത് തിരുവനന്തപുരത്തെ മാത്രം ഒരു കാഴ്ചയല്ല. കേരളത്തിലെ അതിർത്തി ജില്ലകളിൽ പാലക്കാട്, വാളയാറിലുമൊക്കെ ലോട്ടറി എന്ന് പറയുന്നത് മറ്റൊരു വലിയൊരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. അങ്ങനെ കേരള ലോട്ടറി മലയാളികൾക്കും സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കും ഒക്കെ വലിയ വിശ്വാസത, വലിയ പ്രതീക്ഷയുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബമ്പർ സമ്മാനങ്ങളിൽ ഒന്നാണ് വിഷു ബമ്പർ എന്നത്. വിഷു ബമ്പറിന്റെ ടിക്കറ്റ് വിൽപ്പന വലിയ റെക്കോർഡ് വിൽപ്പനയായിരുന്നു. 45 ലക്ഷത്തോളം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ ഏതാണ്ട് എല്ലാം വിറ്റു കഴിഞ്ഞു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പാലക്കാട് ജില്ലയാണ് പതിവ് പോലെ ഈ ലോട്ടറി വിൽപ്പനയിൽ ഏറ്റവും മുന്നിലുള്ള ജില്ല. അവിടെയാണ് 9,21,000 ടിക്കറ്റുകൾ. ഇത് ഇന്നലെ രാവിലെയുള്ള കണക്കാണ്. കണക്ക് വീണ്ടും മാറിയിട്ടുണ്ടാകാം. തിരുവനന്തപുരത്ത് 5,22,000 ടിക്കറ്റുകൾ വിറ്റിരുന്നു. തൃശൂരിൽ 4,92,000, 5 ലക്ഷത്തോളം ടിക്കറ്റുകൾ അവിടെയും വിറ്റു. 300 രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് വിഷു ബമ്പറിനുള്ളത്. അതായത് ഈ 12 കോടി 300 രൂപ മുതൽ 12 കോടി വരെയുള്ള സമ്മാനം 6 സീരീസിൽ ഓരോ കോടി രൂപ വീതം രണ്ടാം സമ്മാനമായി നൽകുന്നുമുണ്ട്. അത്തരത്തിൽ വലിയ സമ്മാന ഘടനയുള്ള ഒരു ടിക്കറ്റാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ലോട്ടറി പ്രേമികൾ അല്ലെങ്കിൽ ലോട്ടറി സ്ഥിരമായി എടുക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നതാണ്. 1ഉം 2ഉം ലോട്ടറിയല്ല, കെട്ടുകണക്കിന് ലോട്ടറി. അരുൺ, ഇതാ ഇവിടെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. അരുണിലേക്ക് വരാം. ഇപ്പോൾ നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. ഓരോ പരമ്പരകളിലും അച്ചടിച്ചിട്ടുള്ളത്
ഇതിൽ 8,50,000 തുടങ്ങുന്ന അച്ചടിക്കാത്ത നമ്പറുകൾ, വിറ്റഴിക്കപ്പെടാത്തവ, യന്ത്രത്തിൽ നമ്പറുകൾ, പരമ്പരകൾ എന്നിവ ശരിയായി കാണുവാൻ സാധിക്കാത്ത പക്ഷം അപ്പോൾ തന്നെ റദ്ദ് ചെയ്ത് നറുക്കെടുപ്പ് ആവർത്തിക്കുന്നതായിരിക്കും. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം എല്ലാ പരമ്പരകൾക്കും പൊതുവായി നൽകുന്നു. 1ാം സമ്മാനമായി 12 കോടി രൂപ ലഭിക്കുന്നു. വിഷു ബമ്പർ ഭാഗ്യക്കുറി 45 ലക്ഷം ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് വകുപ്പ് അച്ചടിച്ചിട്ടുള്ളത്. ഇതിൽ വിറ്റഴിക്കപ്പെട്ടവ 42,87,350 എണ്ണവും വിറ്റഴിക്കപ്പെടാത്തവ 2,12,650 എണ്ണവുമാണ്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 12 കോടി രൂപയാണ് 1ാം സമ്മാനത്തുക. 1ാം സമ്മാനത്തിനായുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു സ്മിതയോട് അഭ്യർത്ഥിക്കുന്നു.